ഗാസയിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കുകയും ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സംഘത്തിനും നന്ദി അറിയിക്കാൻ ശനിയാഴ്ച ടെൽ-അവീവിലെ ഹോസ്റ്റേഴ്സ് സ്ക്വയറിൽ 10,000-കണക്കിന് ആളുകൾ ഒത്തുകൂടി. ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് യുഎസിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഒത്തുചേരലിനെ ശക്തമായ രാത്രി എന്ന് വിശേഷിപ്പിക്കുകയും ട്രംപിനെയും മരുമകൻ ജാരഡ് കുഷ്ണറിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അവരുടെ ശ്രമങ്ങളെയും പ്രശംസിക്കുകയും ചെയ്തു. ഈ രാത്രി താൻ വളരെ കാലമായി സ്വപ്നം കണ്ടതാണെന്നും ഇതാണ് ഏറ്റവും ശക്തമായ കാഴ്ചയെന്നും ഹോസ്റ്റേജ് സ്ക്വയർ എന്ന് നാം വിളിക്കുന്ന ഈ പുണ്യസ്ഥലത്ത് സമാധാനത്തിനും ഐക്യത്തിനും പ്രത്യാശയ്ക്കും വേണ്ടി ഒത്തുകൂടിയ ഹൃദയങ്ങൾ ഒന്നായി മിടിക്കുന്നുവെന്നും പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് താൻ ായും വിറ്റ്കോഫ് പറഞ്ഞു. കുഷ്ണർ ഇസ്രായേൽ ജനതയുടെ സഹിഷ്ണുതയെ പ്രശംസിക്കുകയും പൂർണ്ണ ഹൃദയത്തോടുകൂടിയും പൂർണ്ണ പ്രതിബദ്ധതയോടുകൂടിയും ഈ അസാധ്യമായ ദൗത്യം കൈകാര്യം ചെയ്തതിന് വിറ്റ്കോഫിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ബന്ദികൾ സുരക്ഷിതമായി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥ ആഘോഷം തുടങ്ങുമെന്നും കുഷ്ണർ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപും ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു. പ്രിയപ്പെട്ടവരുടെ മോചനത്തിനായി കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളോടുള്ള തന്റെ ആദരവ് അവർ പ്രകടിപ്പിച്ചു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പിൻവാങ്ങലിനെ തുടർന്ന് ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ വടക്കൻ പ്രദേശങ്ങളിലേക്ക് മടങ്ങിയെത്തിയതായി പാലസ്തീൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. വ്യാഴാഴ്ച പ്രഖ്യാപിച്ച വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കൽ കരാർ പ്രകാരം ബാക്കിയുള്ള 48 ബന്ദികളെ മോചിപ്പിക്കുവാൻ ഹമാസിന് തിങ്കളാഴ്ച പ്രാദേശിക സമയം 12 മണിവരെ സമയമുണ്ട്. അവരിൽ 20 പേർ ജീവനോടെ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കരാർ പ്രകാരം തടവുകാരുടെ കൈമാറ്റം തിങ്കളാഴ്ച രാവിലെ ആരംഭിക്കുമെന്നും ഈ വിഷയത്തിൽ പുതിയ പുരോഗതികളൊന്നുമില്ലെന്നുമാണ് ഹമാസ് തീവ്രവാദ സംഘടനയുടെ തലവന്മാരിൽ ഒരാളായ ഒസാമ ഹംദാൻ പറഞ്ഞത്. വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാറും അന്തിമമാക്കുന്നതിനായി ഈജിപ്തിൽ വെച്ച് തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, UK പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ എന്നിവരുൾപ്പെടെ 20-ലധികം ലോക നേതാക്കന്മാർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈജിപ്തിലേക്ക് പോകുന്നതിന് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ സന്ദർശിക്കുമെന്നും വിവരമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.